ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ ഒരു ഈവനിങ് വ്ളോഗാട്ടോ. അപ്പം നമ്മൾ ഗ്ലോബൽ വില്ലേജിലോട്ട് പോവുക. അതിന് മുന്നായിട്ട് ഞാനും ഏട്ടനും കൂടെ സഹാറ സെൻറ്റർ വരെ പോവുക കേട്ടോ. അവിടുത്തെ സെൻറ്റർ പോയിന്റിലല്ലേ, സെൻറ്റർ പോയിന്റിൽ എണ്ണ തൊപ്പി എന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഗ്ലോബൽ വില്ലേജിലോട്ട് പോവുക. വേണ്ട ഒരു ഫ്രണ്ട് ഫാമിലി ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ബേസിലേട്ടനും മേർലിയും അവർ രണ്ടും ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ സഹാറ സെൻ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവർ നമ്മുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു ഈവനിങ്ങിലുള്ള ബ്ലോഗ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എടുത്തിട്ടും അതുപോലെ തന്നെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയിട്ടും ഏകദേശം 2 ആഴ്ച മേലെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള ലോങ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ എടുത്തു വെച്ചിരുന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ടു. ഈ വീഡിയോ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും എഡിറ്റ് ചെയ്ത് ഇടാമെന്ന്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഗ്ലോബൽ വില്ലേജിലേക്ക് പോവാം കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഇന്ത്യൻ പവലിയനാണ് ആദ്യം ഞങ്ങൾ കയറിയത്. അവിടെ ഈ കുഞ്ഞു ഷോപ്സ് ഉണ്ട്. 5 ദിറംസ് അങ്ങനെ കുഞ്ഞു ഷോപ്സ് ഉണ്ട്. എല്ലാ വട്ടവും ഞാൻ അവിടുത്തെ 2 ദിറംസ് 1 ദിറംസിൻ്റെ ഷോപ്പിൽ കയറാറുമുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു സാധനങ്ങൾ മേടിക്കാറുമുണ്ട്. ഒക്കെ നമ്മുടെ നാട്ടിൽ 40 രൂപ കിട്ടുന്ന സാധനം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് കാണാം കണ്ണ് ഇഷ്ടപ്പെട്ടോ? ഓ തഴയല്ല. കൊള്ളാം. ചെറിയ സൈസ് നോക്കാം. അതിൻ്റെ ഇപ്പുറത്തെ ചെറുതുണ്ട്, ആകെ ചെറുതാ. എടുത്തോ, മറ്റേ നല്ലത്. അല്ലേ? എനിക്കങ്ങനെ തോന്നിയ ഒന്ന് വൃത്തിയാക്കി വേണോ? സെൽഫി അല്ല, വീഡിയോ. സെൽഫി വീഡിയോ. ഓറഞ്ച് ബാക്കിലോട്ട് ഇക്കടി. ഓ മഞ്ഞ ലൈറ്റിങ്, നീയും മഞ്ഞ. കുറച്ച് ഇങ്ങോട്ടേക്ക്, അടുത്തോട്ടേക്ക്. അവിടെ Mango ice cream,
ചോദിച്ച് വലിയ ആവേശത്തെ എടുത്തല്ലേ അത് നീ എടുത്തോ ഡാടാ അത് കഴിക്കല്ലേ അത് അവക്ക് കൊടുക്ക് അത്രേ ഉള്ളു എടി കഴിക്കടി ആ പിന്നല്ലാണ്ട് മൽഗോവ മതിയോ ഫുൾ ടൈം എന്നെ വീഡിയോ ആക്കിയിട്ട് നീ ഒറ്റയ്ക്ക് കഴിക്കാനാ ചുറ്റിയെടുത്ത് ജപ്പാൻ തായ്ലാൻഡ് തായ്ലാൻഡ് വീഡിയോ എടുത്തോ Hi, sir. We'll have one but Japanese cheesecake. അങ്ങോട്ട് പോയി നടക്ക് Japanese cheesecake. ഇച്ചി താത്ത് വെക്ക് ചേരുന്നുണ്ട് ചൂട വലുതുണ്ടോ ആ മോളിരിക്കുന്ന നീല ട്രൈ ചെയ്ത് ആ ഓ അത് ആ ഫ്രെയിം എപ്പോഴും ചെയ്യാനുള്ളതല്ലേ എത്ര അത് വലിയ കുഴപ്പമില്ല അത് വലിയ കുഴപ്പമില്ല മാമൻ കാണിച്ചത് എങ്ങനെ കഴിക്കുന്നത് മാമണ്ണത്തിന് അല്ല ഞാൻ ഇങ്ങനെ എടുക്കുന്നേ ചീസ് കേക്കിന്റെ ഫോട്ടോ എടുക്കും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അല്ല ഒരു ഫോട്ടോ എടുക്കട്ടെ ഞാൻ കഴിക്കണെടുക്കണോ വേണ്ട എന്റെ പല്ലത് മതി ആ സ്പൂൺ കഴിക്കുന്ന നേരെ ഒരു വീഡിയോ എടുക്കോ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കഴിക്കുന്ന വീഡിയോ നിങ്ങൾ ഇങ്ങനെ എടുക്കണേ സ്ഥലം കൊള്ളില്ല എന്താ കിട്ടാതെ എങ്ങണ്ട് അത്ര പോലെ കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്യണ്ട ഞങ്ങൾക്കൂടെ അതിന്റെ കവറാണോ അല്ലല്ല ചീസ് അത് കളയല്ലേ ചീസ് ഒന്നുമല്ല പേപ്പർ അത് പേപ്പറാന്ന് ബട്ടർ പേപ്പർ അത് തിന്നു ജീവൻ ദഹിക്കത്തില്ല ഞാൻ വീഡിയോയില് കാണിക്കുന്നുണ്ട് പണ്ടത്തരങ്ങളൊക്കെ എന്റെ പേപ്പറൊക്കെ തിന്നുന്നു ഞങ്ങള് കഴിക്കുന്ന എടുക്കോ എടുക്കാനിരിക്കും അടുത്ത്
ആണോ? മധുരം കുറവാ. മധുരം ഇഷ്ടപ്പെട്ടോ? നിങ്ങളപ്പോ ഇതിൽ നിൽക്കുമല്ലോ അല്ലേ? അല്ലേ? ഇല്ല, 3 എണ്ണുള്ളു. അതുകൂടെ ഞാൻ ചെയ്തപ്പോ ശരീരത്തിൽ പ്രശ്നമില്ലാന്ന് സൂഷി കഴിക്കുന്നില്ല. സൂഷി അതിനകത്തൊരു പേപ്പർ അവര് ചെയ്തിട്ട് അതെന്താ വീടാ അത് സീ വീട്. അത് കടലിന്റെ അടുത്ത് ഒരു പ്ലാന്റിന്റെ ഇതാ. പേപ്പറാണ്, സീ വീടാ അത്. നമ്മുടെ സാധനം നമ്മളെടുക്കണം. ഞാൻ അത്രേ ഉള്ളൂ. നമ്മുടെ കൊറിയ കയറണോ? കൊറിയ വേണ്ട. ഇവിടെ വെളിയിലുണ്ടായിരുന്നു ചീസ് കേക്ക്. വെളിയിലുണ്ടായിരുന്നു. ചുമ്മാ റേറ്റ് ചോദിക്ക്. ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങണം. നാളെ മേടിക്കാൻ ലാഭമായില്ലേ? ജപ്പാനീസ് നൂഡിൽസ് ഉണ്ട്. എന്തായാലും ഉടായി പല അകത്തൊരു റേറ്റ് പുറത്തൊരു റേറ്റ്. നമ്മള് വെറുത്ത് നോക്കിയിട്ട് അത് വീട് വീട് ഇതാണല്ലേ ശരിക്കും വീട് എന്ന് പറഞ്ഞാൽ കഞ്ഞാണ്. ഇത് സീ വീട്. ഈ സാധനം എന്താണോ? മധുരമായിരിക്കും അല്ലേ? ഒക്കെ മധുരം ചേച്ചി ഉണ്ടാക്കുന്നു. അവർ ഡ്രൈവേർഡാണ്. മുനാഫയല്ല, ഇതുപോലത്തെ വേറെ നല്ല 45 ദിർഹംസ് എന്നൊക്കെ എഴുതിയേക്കുന്നത്. സ്പേസ് അവിടെ സ്പേസ് സ്റ്റിമുലേറ്റർ, സ്പേസ് ക്രാഫ്റ്റ് സ്റ്റിമുലേറ്റർ ഇവിടെ പലതുണ്ട്. പല രീതിയിലുള്ള right. വേറെ കണ്ടില്ല. ഇല്ല ഇല്ല, ഒരാൾ നടന്നു വന്നിട്ട് ജീവൻ പേടിച്ചു വന്ന പോലെ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറ. തലകറങ്ങിപ്പോയി ശരിക്കും. ജീവനല്ലേ പിന്നെ കറങ്ങാൻ വേണ്ടി ജീവനല്ലേ എനിക്ക് പറയാൻ വന്നേ. നിനക്ക് അത് മനസ്സിലാവുള്ള ബുദ്ധി ഇല്ലെന്ന് ഞാൻ പെട്ടെന്ന് വന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ഇത്ര അത്രയും വലുതല്ല. What is this item? Yogurt. No need.
പക്ഷെ ഇത് പണ്ണല്ലടാ, ഇത് മടക്കി കഴിക്കട്ടെ. പൊട്ടറ്റോ തുറന്നു, ബണ്ണല്ല പൊട്ടറ്റോ തുറന്നു വെച്ചിരിക്കുന്നത്. എനിക്ക് സോസേജ് ഇല്ലാതെ. ഒലിവിന്റെ ഒരു ആ റെഡ് ഇതുണ്ടോ? ബ്രെഡ് ഉണ്ട്, ആണോ? ഇഷ്ടപ്പെട്ടോ ചോദിക്കുന്നത്? അങ്ങനെ വയലോട്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അതറിയതാണ്ട് ഇതുപോലത്തെ ദൂരൻ ആ ഫ്രൂട്ട് ഏതാണ്? ചക്ക ഏത്? തായ് ഫ്രൂട്ടായിട്ട് ഞാൻ തായ്ലാൻഡിൽ ഒരു മാങ്ങ മേടിച്ചായിരുന്നു, കണ്ട? എവിടെ? അവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഒന്ന് മേടിച്ച അത് ഐലാൻഡിലാണോ? ഞാൻ കണ്ടായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, ബട്ടർ മേടിച്ച് യൂട്ട് ചെയ്താണോ?ไม่มัน40มันแพงเราได้25เองได้มิดด้วยใช่ได้มิดด้วยอันนี้40ไม่ลดแถมฟรีอีก4ตัวกุ้ง നല്ല രസമുണ്ടല്ലേ? ജഗ് ചിക്കൻ ഒന്നും ഉണ്ടാവില്ല, വെജിറ്റേറിയനാ? ചുമ്മാ ജീവനെ കൊതിപ്പിക്കാൻ പറഞ്ഞത്. എന്താ തോന്നുന്നത്? ഇങ്ങെന്താ അറിയാം. ഇന്ന് നമ്മുടെ വയറ് ചോദിക്കും ഇതൊക്കെ നിങ്ങൾ എന്തോ കഴിക്കുന്നേന്ന്. അങ്ങോട്ട് ചോദിച്ചോ. താങ്ക് യു. പേയ്മെന്റ് എവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു? ഞങ്ങളല്ല, ഇവര്. പേയ്മെന്റ് വേണ്ടേ? പക്ഷെ പുളിയും കുഴപ്പമില്ല. വറുത്ത നല്ല വറുത്ത ഒണിയനൊക്കെ പോലൊക്കെ അല്ലേ? വറുത്ത ഒണിയനോ ഇതൊക്കെ കിട്ടി എനിക്ക്. പാസ്തയും നൂഡിൽസും ഒക്കെ കിട്ടും. അപ്പം നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് പോവാട്ടോ, തിരിച്ചിറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നതിന് ഇവർക്കൊക്കെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ബീഫും എന്തോ ഒരു സംതിങ് റൊട്ടി എന്തോ മേടിച്ച് കഴിച്ചു. ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ, എനിക്കൊന്നും വേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സിനിമ കാണാൻ പോയിട്ടോ. ഞാനുണ്ട്
ഞാൻ വീഡിയോ എടുക്കുക. പിന്നെ എന്റെ വ്ളോഗ് വേണ്ടേ? ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 12:30 കേട്ടോ. അവിടെ നിന്ന് തീരുമാനിച്ചാണ് ഫിലിം കാണാൻ പോവാന്ന്. അപ്പം നോക്കിയപ്പോൾ സിറ്റി സെൻറ്ററിൽ 1:15 രേഖാചിത്രം എന്ന ഫിലിമിന് അവിടെ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ. ഇപ്പം സമയം ഇവിടെ വെളുപ്പിന് 4 മണിയായിട്ടുണ്ട്. ഇനി ഞങ്ങൾ കിടക്കാൻ പോവാ കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന കണ്ട് രാവിലെ. ഇവിടെ നമ്മളിപ്പോൾ വന്നതേ ഉള്ളൂ. ഇനിയും കിടന്ന് ഉറങ്ങാൻ പോവാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതിനു മുമ്പ് സിനിമയുടെ റിവ്യൂ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സിനിമ കേട്ടോ രേഖാചിത്രം. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഓവറായിട്ട് ഭയങ്കര ഇല്ല, നല്ല രസമുണ്ട്, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. തീരെ മോശമില്ലാത്തൊരു ഫിലിമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.